ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു മാസ് ട്രഷറി. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡെസിമൽസിൻ്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഇതാണ് കണ്ടത്. ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെസിമൽസിൻ്റെ ഡിവിഷനാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ആദ്യം നോക്കാൻ പോകുന്നത് ഡിവിഷൻ ഓഫ് എ ഡെസിമൽ നമ്പർ ബൈ 10, 100, 1000 എക്സെട്ര. അതായത് പവേഴ്സ് ഓഫ് 10 കൊണ്ടുള്ള ഡിവിഷൻ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ 3 ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട്. 42.76 ഡിവൈഡഡ് ബൈ 10, 42.76 ഡിവൈഡഡ് ബൈ 100, 42.76 ഡിവൈഡഡ് ബൈ 1000. അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. 42.76 നമുക്കതിനെ നമ്മളിതുവരെ പഠിച്ചിട്ടുള്ള ഇത് വെച്ചിട്ട് 4276 ബൈ 100 എന്നെഴുതാം. ഡിവൈഡഡ് ബൈ 10 ദാറ്റ്സ് ഈക്വൽ ടു 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ അതിൻ്റെ റെസിപ്രോക്കലി കൊണ്ട് ഈ ഫ്രാക്ഷനെ ഇൻറ്റു ചെയ്യണം. അപ്പോൾ 4276 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു അതിൻ്റെ റെസിപ്രോക്കൽ 1/10 അല്ലേ? ദാറ്റ്സ് ഈക്വൽ ടു 4276 ഡിവൈഡഡ് ബൈ ഇത് ഗുണിക്കുമ്പോൾ 1000. ദാറ്റ്സ് ഈക്വൽ ടു ഇവിടെ 3 സീറോസ് ഉണ്ട്. അപ്പോൾ 3 പ്ലേസ് വേണം, ഡെസിമൽ പ്ലേസസ് വേണം. അതായത് 4.6, 7 ഇത് 3 എണ്ണം. അപ്പോൾ 4.276 ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇവിടെ എന്താ മാറ്റമാണ് വന്നത്? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 42.76നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ആൻസർ ഈസ് 4.276. അതായത് അവിടെ പോയിൻറ്റിന് മാത്രം മാറ്റം വന്നതേ ഉള്ളൂ. പോയിൻ്റ് എവിടോട്ട് മാറി? 42 എന്നുള്ളത് ഇവിടെ 4 പോയിൻ്റ് എന്നായി. 42 പോയിൻ്റ് എന്നുള്ളത് 4 പോയിൻ്റ് എന്നായി. അതായത് പോയിൻ്റ് ഒരു സ്ഥാനം ലെഫ്റ്റിലേക്ക്, ഇങ്ങോട്ടല്ലേ ലെഫ്റ്റ്, ഒരു സ്ഥാനം ഒരു പ്ലേസ് ലെഫ്റ്റിലേക്ക് മാറി. മനസ്സിലായല്ലോ? അങ്ങനെയാണ് ഇവിടെ കിട്ടിയത്. അടുത്തത് നമുക്ക് നോക്കാം. 42.76 ഡിവൈഡഡ് ബൈ 100 കൊണ്ടാകുമ്പം ഈ 10ൻ്റെ സ്ഥാനത്ത് 100 ആണ്. അപ്പോൾ എന്ന് പറയുമ്പോൾ ഇവിടെ 4 സീറോസ് വരും അല്ലേ? 10,000 ആണ് അവർ വരുന്നത്. അതായത് 4276 ഡിവൈഡഡ് ബൈ 10,000 എന്നാണ് വരുന്നത്. ദാറ്റ്സ് ഈക്വൽ ടു എത്ര സ്ഥാനം മാറ്റി കുത്തിടണം? 4. അപ്പോൾ 6724 പോയിൻ്റ്. ഹോൾ നമ്പർ പാർട്ട് ഈസ് 0. അതാണ് അവിടുത്തെ ആൻസർ. 42.76നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഇവിടെ 2 സ്ഥാനം ഇടത്തോട്ട് മാറി, ലെഫ്റ്റിലേക്ക് മാറി. അങ്ങനെ 0.4276 എന്ന് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിവൈഡഡ് ബൈ 1000. ആ നമ്പറിനെ തന്നെ ഡിവൈഡഡ് ബൈ 1000 എന്ന് പറയുമ്പോൾ നമുക്കിത് എത്ര സ്ഥാനം ലെഫ്റ്റിലേക്ക് മാറണം? ഇവിടെ ഒരു സ്ഥാനം മാറി, ഇവിടെ 2 പ്ലേസ് മാറി. ഇവിടെ ആകുമ്പോൾ 3 സീറോസ് ഉണ്ട്, 3 പ്ലേസ് മാറണം. ലെഫ്റ്റിലേക്ക് മാറുമ്പോൾ എന്ത് വരും? 6, 7 ഓൾറെഡി ഡെസിമലിൽ അവിടെ ഉള്ളതാണ്. പിന്നെ 3 പ്ലേസ് എന്ന് പറയുമ്പോൾ 2, 4 2 ആയുള്ളൂ. പിന്നെ 1 കൂടെ വേണം. അപ്പോൾ 0 ഇടണം. അപ്പോൾ 2, 4, 0 പോയിൻ്റ്. ഹോൾ നമ്പർ പാർട്ട് ഈസ് 0. അപ്പോൾ 10, 100, 1000 ഇങ്ങനെയുള്ള പവേഴ്സ് ഓഫ് 10 കൊണ്ടുള്ള ഡിവിഷൻ എന്ന് പറയുമ്പോൾ ഡെസിമൽ പോയിൻ്റ് ലെഫ്റ്റിലേക്ക് അത് എത്ര സീറോസ് ആ ഡിവൈസറിലുണ്ടോ അത്രയും പ്ലേസ് ലെഫ്റ്റിലേക്ക് മാറുന്നു. അതാണ് നമ്മളിവിടെ നിന്നും മനസ്സിലാക്കുന്നത്. ഡിവിഷൻ ഓഫ് ഡെസിമൽ നമ്പേഴ്സ് ബൈ എ ഹോൾ നമ്പർ അതർ ദാൻ പവേഴ്സ് ഓഫ് 10. 10ൻ്റെ പവേഴ്സ് അല്ലാതുള്ള ഹോൾ നമ്പർ കൊണ്ടുള്ള ഡിവിഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 48.8 ഡിവൈഡഡ് ബൈ 4. ഇത് നമ്മൾ 48.8 എന്നുള്ളതിന് 488 ബൈ 10 എന്നെഴുതാം അല്ലേ? ഒരു ഡെസിമൽ പ്ലേസേ ഉള്ളൂ. അപ്പോൾ 10
ഡിവൈഡഡ് ബൈ 4. അതായത് 488/10 ഇൻറ്റു 4ൻ്റെ റെസിപ്രോക്കൽ. ദാറ്റ്സ് ഈക്വൽ ടു, അപ്പോൾ ഇതും കൂടെ വെട്ടും, 122 ഡിവൈഡഡ് ബൈ 10. അപ്പോൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ഒരു പ്ലേസ്, ഡെസിമൽ പ്ലേസ് 12.2. അങ്ങനെയാണ് ഡിവിഷൻ. നമുക്കിത് സാധാരണ ഡിവിഷൻ ചെയ്യുന്നത് പോലെ, സാധാരണ നമ്പർ നമ്മൾ ചെയ്യുമല്ലോ ഡിവിഷൻ, അതേപോലെ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. അതായത് 48.8 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പോൾ 4 എടുത്തു, ഒരു 4 സിസ്റ്റം 0, അടുത്ത പ്ലേസ് ഇറക്കി എഴുതി 8, 4 8, റിമൈൻഡർ 0. അടുത്ത ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് 1/10ൻ്റെ പാർട്ടാണ്, 10ൻ്റെ പാർട്ടാണ്. അപ്പോൾ ആൻസറിൽ നമ്മൾ 10th പാർട്ടിനെയാണ് ഡിവൈഡ് ചെയ്ത് എഴുതാൻ പോകുന്നത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 10നെ ഡിവൈഡ് ചെയ്ത് എഴുതുന്ന നമ്പർ ആയതുകൊണ്ട് അതിന് തൊട്ട് മുമ്പ് ഡെസിമൽ പോയിൻ്റ് ഇട്ടണം. ഇനി കിട്ടുന്നത് 10ൻ്റെ പ്ലേസ്, അതുകൊണ്ട് പോയിൻ്റ് ഇടണം. എന്നിട്ട് 8 താഴോട്ട് ഇറക്കി എഴുതുന്നു, 4 2 8. അപ്പോൾ ഇതെന്ന് പറയുന്നത് 1/10ൻ്റെ പ്ലേസാണ്. അതാണ് നമ്മൾ ഇവിടെ എഴുതിയത്. ഓക്കെ, അപ്പോൾ 12.2 ഹരണം ചെയ്യുമ്പോൾ ഇതുപോലെ അങ്ങ് ഹരിച്ചാൽ മതിയാകും. ഈ രീതിയിലും ചെയ്യണമെന്ന് ഇല്ല. സിമ്പിൾ, നമ്മൾ സാധാരണ ഹോൾ നമ്പേഴ്സ് ഹരിക്കുന്നത് പോലെ, ഡിവൈഡ് ചെയ്യുന്നത് പോലെ ചെയ്യുക. 14.24 ഡിവൈഡഡ് ബൈ 8. ഇത് ചെയ്യാൻ നമ്മളിവിടെ ചെയ്ത പോലെ തന്നെ ഡിവൈഡ് ചെയ്യാൻ നോക്കാം. 14.24 ഡിവൈഡഡ് ബൈ 8. 14 ഒന്നിച്ചെടുത്തെങ്കിലേ ഉള്ളൂ ആ ഹോൾ നമ്പറിൽ. എത്ര വരും? 1 8 8. സബ്ട്രാക്ട് ചെയ്താൽ 6 6. ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് 6 എന്ന് പറയുന്നത് റിമൈൻഡർ കിട്ടിക്കഴിഞ്ഞു. അതിനെ ഇതിൻ്റെ കൂടെ ചേർത്തേലേ ഉള്ളൂ, 10ൻ്റെ കൂടെ ചേർക്കണം. 2/10 ആണ്. അപ്പോൾ 6നെ കൂടെ 10 ആക്കുക. എത്ര വരും? 60. 60യും 2ഉം കൂടെ ആകുമ്പം 62. അപ്പോൾ 2 കൂടെ അതിൻ്റെ കൂടെ എഴുതുന്നു, 62. അപ്പോൾ നമ്മൾ ഇനി എഴുതാൻ പോകുന്നത് 10ൻ്റെ നമ്പറാണ്, 10th പൊസിഷനിലുള്ള പ്ലേസിലുള്ള നമ്പർ ആയതുകൊണ്ട് അവിടെ ഡെസിമൽ പോയിൻ്റ് ഇട്ടു. എന്നിട്ട് 62നെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 8 7s are 56 അല്ലേ? ദാറ്റ്സ് ഈക്വൽ ടു എത്ര വരും? റിമൈൻഡർ എത്ര വരും? 6 അല്ലേ? 6. അപ്പം അവിടെ 6/10 ആണ് റിമൈൻഡർ വന്നിരിക്കുന്നത്, 6/10. അപ്പോൾ അടുത്തത് 4 എന്ന് പറയുന്നത് 100th പൊസിഷനാണ്. അപ്പോൾ ഈ 6നെ കൂടെ 100th ആക്കുന്നു. അപ്പോൾ എത്ര വരും? 60 അല്ലേ? 6/10 എന്ന് പറയുന്നത് 60 100th ആണ്. അപ്പോൾ അങ്ങനെ 60യും പിന്നെ ഈ 4ഉം കൂടെ ആകുമ്പോൾ 64. ആ 4 കൂടെ താഴോട്ട് ഇറക്കി എഴുതുന്നു, അപ്പോൾ 64. ഇനി അടുത്ത് എഴുതാൻ പോകുന്നത് 100th പ്ലേസാണ്. എത്ര വരും? 8 8 അല്ലേ? 8 × 8 64. റിമൈൻഡർ ഈസ് 0. ഓക്കെ, അപ്പോൾ ആൻസർ ഈസ് 1.78. 425.75 ഡിവൈഡഡ് ബൈ 25. അപ്പോൾ ഇവിടെ 42 ഒന്നിച്ചെടുക്കണം, ഒരു തവണയേ ഉള്ളൂ. 25 സബ്ട്രാക്ട് ചെയ്താൽ 12 12ൽ നിന്ന് 5 പോയാൽ 7 3 എന്ന് പറയുന്നത് 17. അടുത്ത പ്ലേസ് ഇറക്കി എഴുതി 1s 175. എത്ര പ്രാവശ്യം വരും? 7 7 7 175. അവിടെ 0 ആയി. ദെൻ അടുത്ത ഇനി 1/10 പ്ലേസാണ് ഇനി എഴുതാൻ പോകുന്നത്. അപ്പോൾ ഡെസിമൽ പോയിൻ്റ് ഇട്ടു. ഇനി എഴുതാൻ പോകുന്ന പ്ലേസ് എന്ന് പറയുന്നത് 1/10ൻ്റെ പ്ലേസാണ്. 7
താഴോട്ടിറക്കി എഴുതി. 7 താഴോട്ടിറക്കി എഴുതി. അപ്പോൾ എന്ത് വരും? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളപ്പം 7 കൂടെ 5 കൂടെ ചേർക്കും. 500 അവിടെ 1/100 ആണ്. 5 100th പ്ലേസിലോട്ട് ചേർക്കണം. അപ്പോൾ 7 10 70 ആക്കി 5 കൂടെ കൂട്ടിയേ. അങ്ങനെ 5 താഴോട്ടിറക്കി 75. അപ്പോൾ ഇനി എഴുതാൻ പോകുന്നത് 100th പക്ഷേ 10 അവിടെ എന്താ നമ്മൾ ചെയ്യും? ഇവിടെ 1/100 ആണ് ഡിവൈഡ് ചെയ്ത് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ 1/10 പ്ലേസിൽ നമുക്ക് 0 എഴുതണം. ഇനി എഴുതുന്നത് അപ്പം എത്ര 100th 3 അല്ല 25 3 ആണ് 75. അപ്പോൾ അങ്ങനെ 75 0. ആൻസർ ഈസ് 17.03. അപ്പോൾ ഇനി അടുത്തത് ഡിവിഷൻ ഓഫ് എ ഡെസിമൽ നമ്പർ ബൈ അനദർ ഡെസിമൽ നമ്പർ. ഒരു ഡെസിമൽ നമ്പറിനെ മറ്റൊരു ഡെസിമൽ നമ്പർ കൊണ്ടുള്ള ഹരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 32.75 ഡിവൈഡഡ് ബൈ 2.5. ഇതിനെ നമ്മൾ 3275 ഡിവൈഡഡ് ബൈ 100 ഡിവൈഡഡ് ബൈ ഇതിനെങ്ങനെ എഴുതാം? 25/10 അല്ലേ? ദാറ്റ്സ് ഈക്വൽ ടു റെസിപ്രോക്കൽ 3275/100 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 25. ഇതെത്ര വരും ഡിവൈഡ് ചെയ്താൽ? 131. പിന്നെ ഈ 0 വെട്ടിപ്പോയി. അപ്പോൾ ഇത് രണ്ടും കൂടെ അങ്ങനെ അങ്ങ് വെട്ടിയായിരുന്നു. അപ്പോൾ എത്ര വരും? 131 ഡിവൈഡഡ് ബൈ 10. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു ഡെസിമൽ പ്ലേസ് വേണമെന്നാണ്. ഒരു 0 ഉള്ളൂ, ഒരു ഡെസിമൽ പ്ലേസ് വേണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു സ്ഥാനം മാറ്റി ഒരു പ്ലേസ് മാറ്റി കുത്തിടുന്നു വലത്തുനിന്ന്. അപ്പോൾ എത്ര വരുന്നു? 13.1. റൈറ്റിൽ നിന്ന് ഒരു സ്ഥാനം എന്നാണ് ആൻസർ. 0.0323 ഡിവൈഡഡ് ബൈ 0.00017 ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഇതെന്ന് പറയുന്നത് ഡെസിമൽ പ്ലേസ് എത്ര ഉണ്ട്? 4 ഉണ്ട് അല്ലേ? അപ്പോൾ 4 ആവുമ്പം ഇത് 323 ഡിവൈഡഡ് ബൈ എത്ര പൂജ്യം വേണം? 4 zeros, അതായത് 10,000 ആവും. ഡിവൈഡഡ് ബൈ ഇതോ 1 2 3 4 5 പ്ലേസ് ഉണ്ട്. 17 ഡിവൈഡഡ് ബൈ 1 എഴുതി 5 zeros അല്ലേ? 1 lakh തിരിച്ചിടുന്നു. അപ്പോൾ 323 ഡിവൈഡഡ് ബൈ ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 17. അപ്പോൾ എത്ര? ഇവിടെ 4 zeros അങ്ങ് പോകും. 17 and 323 ഡിവൈഡ് ചെയ്ത് നോക്കാം. 323 ഡിവൈഡഡ് ബൈ 17 2 തവണ ഇല്ലല്ലോ, ഒരു തവണയേ ഉള്ളൂ. അപ്പോൾ 17 12 7 സബ്ട്രാക്ട് ചെയ്ത് 5 ഇവിടെ 2 നിന്ന് പോയാൽ 1 50 3 1 പ്ലേസ് 3 ഇവിടെ 7 എത്ര വരും? 9 9 7s are 63. നോക്കാം. 9 ആണോ? 63 6 9 9 6 15 ആണ്. അപ്പോൾ 19 ആണ് ആൻസർ. ഇവിടെ ഇത് രണ്ടും കൂടെ വെട്ടുമ്പോൾ 19 ഇൻറ്റു 10 190. 190 ഈസ് ദ ആൻസർ. 0.3 ഇൻറ്റു 0.06 ഡിവൈഡഡ് ബൈ 0.02. അപ്പോൾ ഇങ്ങനെ ഇത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ എല്ലാം ഹോൾ നമ്പർ. ഇത് 3/10 ആണ്. ഇത് 2 സ്ഥാനമുണ്ട്. 6/100 ആണ്. ഇത് 2 സ്ഥാനമുണ്ട്. 2/100 ആണ്. അപ്പോൾ നമുക്കതിൻ്റെ സ്റ്റെപ്പൊക്കെ കുറച്ച് നമുക്ക് ഇങ്ങനെ എഴുതാം. അതായത് മുകളിൽ ടോട്ടൽ 3 പ്ലേസസ് ഉണ്ട്, താഴെ 2 പ്ലേസസ് ആണുള്ളത്, ഡെസിമൽ സ്ഥാനങ്ങളാണുള്ളത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ ഹോൾ നമ്പർ ഇപ്പോൾ 3ഉം 6ഉം ആണ് ഇവിടുത്തെ.
3 ഇൻറ്റു 6 ന്യൂമറേറ്ററിൽ അവിടെ 3 സ്ഥാനമുണ്ടല്ലോ എന്ന് പറയുമ്പോൾ 1000 ഇൻറ്റു ഇവിടെ ഡിനോമിനേറ്ററിൽ 2 ആണ് 2. അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കലല്ലേ നമ്മൾ എഴുതുന്നത്. അപ്പോൾ 2 സ്ഥാനം എന്ന് പറയുമ്പോൾ 100 മേളിലും. അപ്പോൾ ന്യൂമറേറ്ററിലെ ഡെസിമൽ നോക്കി താഴെ എഴുതുന്നു, ഡിനോമിനേറ്ററിലെ ഡെസിമൽ നോക്കി നമ്മളത് മുകളിൽ എഴുതുന്നു. ഓക്കെ, എന്നിട്ട് വെട്ടാം. 2 zeros വെട്ടി, ഇത് വെട്ടാം 3. അപ്പോൾ എന്ത് വരും? 9/10. ദാറ്റ്സ് ഈക്വൽ ടു ഒരു 1 പ്ലേസ് അല്ലേ, അത് ഒരു സ്ഥാനം മാറ്റി കുത്തിടുന്നു. അതായത് 0.9 എന്ന് പറയുമ്പോൾ 0.9. അപ്പോൾ ഇന്ന് നമ്മൾ ഡെസിമൽ നമ്പേഴ്സിന് 10ൻ്റെ പവേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടു. അതുപോലെ ഹോൾ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതുപോലെ ഒരു ഡെസിമൽ നമ്പറിന് മറ്റൊരു ഡെസിമൽ നമ്പർ കൊണ്ട് ഉള്ള ഡിവിഷനും നമ്മൾ കണ്ടു. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഇനിയും ബാക്കിയുള്ള ഭാഗവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്